എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും നേർന്നുകൊള്ളുന്നു. ന്യൂ ഇയർ ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെയിൻറ്റിങ് ക്ലാസ്സില്ലേ, ഡ്രോയിങ് ക്ലാസ്, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ കുറേയൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈമറി ലെസൺസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇനി ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഇനി അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഈ ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല ഡിസൈൻസുകൾ, പല ഡിസൈൻസ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഇപ്പം കമ്പ്യൂട്ടർ യുഗം ആയതിനാൽ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈ നെറ്റിൽ കൂടെയൊക്കെ കിട്ടും, ഈ ഡിസൈനുകൾ റെഡിമെയ്ഡ് കിട്ടും, നമുക്ക് ട്രേസ് ചെയ്തൊക്കെ എടുക്കുക. പക്ഷേ നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം കുറച്ച്, എങ്കിൽ മാത്രമേ നമുക്ക് കൈയെല്ലാം നന്നായിട്ട് വഴങ്ങത്തുള്ളൂ. ഇത് വരച്ച് വേണം നമുക്ക് കൈയൊക്കെ നല്ല രീതിയിൽ വഴക്കം ഉണ്ടാകാനായിട്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ ഡിസൈൻ എലമെൻറ്റ്സുകൾ. നമുക്ക് ഡിസൈൻ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഞാൻ അത് പെട്ടെന്ന് കാണുമ്പോൾ അത് നമ്മൾ ശരിക്കത് അത് ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളെ നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ആ സിമ്പിളായിട്ടുള്ള കുറേ ഡിസൈൻസിൻ്റെ ആ എലമെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരികയാണ്. ഈ എലമെൻറ്റ്സുകളെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഏത് വലിയ ഡിസൈൻ നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കാം, ബുദ്ധിമുട്ടില്ല. ആദ്യം നമ്മൾ ആ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതെങ്ങനെ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് നമ്മൾ ശരിക്കും പഠിക്കുക, അതിൻ്റെ ഘടകങ്ങൾ, പാർട്സുകൾ നോക്കിയിട്ട് ഇതൊരു പാർട്ടായിട്ട് നമുക്ക് ചോദിച്ചിട്ട് ഇതിന് നമുക്ക് ഈ പാർട്ടുകളെ വെച്ചിട്ട് നമുക്കത് ഇത് അസംബിൾ ചെയ്യണം. ആ രീതിയിലുള്ള അസംബ്ലിങ്ങാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വലിയ ഡിസൈനായാലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. 2-3 തവണ ചെയ്ത് നോക്കേണ്ടി വരും ചിലപ്പോൾ. നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കുന്നതൊക്കെ നല്ല ഡിസൈനും കർവ്സും ഒക്കെ താനേ വന്നോളും. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് രീതിയിൽ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ ആ ലെസൺസ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത്, കാരണം ഞാൻ വ്യത്യസ്തത ഈ റൂമിൽ നിന്ന് മാറി വെളിയിലോട്ടാണ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് അവധിയാണ്. അങ്ങനെ ആ അവധി ഞാൻ ക്യാമറ വെളിയിലോട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പം ഈ വെളിയിലുള്ള ഷൂട്ടിംഗ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് അകത്തുനിന്നേക്കാളും. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ കാണിച്ച ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മളിത് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും ഇത് കാണാറുള്ളതാണ്. പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ കഥകളിലൊക്കെ ഇങ്ങനെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവും, വുഡനിലൊക്കെ. പക്ഷേ ഇത് വരയ്ക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കുറേ മാത്തമെറ്റിക്കൽ അളവുകളും എല്ലാം ഉള്ളതാണിത്. എന്നാൽ നമുക്കിത് ഈ കൈ കൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിനുള്ള പരിശീലനമാണ് ഞാൻ ഇന്ന് തരുന്നത്. ഈ റണ്ണിങ് ഡിസൈൻ തന്നെ നമുക്ക് ഇതിൻ്റെ പാർട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. ഇതുപോലെ നമുക്ക് ഒരുപാട് വരയ്ക്കുക. കൂടുതലായിട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസൈൻസുകളൊക്കെ നമുക്ക് മനസ്സിലാകും. ഇത് നമുക്ക്
പല രൂപങ്ങളും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത്തരം രൂപങ്ങളാണ് ഇത് കൂടുതലായി നമ്മൾ പരിശീലനം ചെയ്യുക. ഇതെല്ലാം തന്നെ ഫ്ലവർ ടൈപ്പാണ്. ഇങ്ങനെ കുറേ വരയ്ക്കുക, പല പല രൂപങ്ങൾ വരച്ചതിന് ശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു ഡിസൈൻ നോക്കിയിട്ട് അതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്യുക, ഇതുപോലെ സംയോജിപ്പിക്കുക. തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് പരിശീലനത്തിലൂടെ നമുക്ക് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ റണ്ണിങ് ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് ഡിസൈൻ. ഈ റണ്ണിങ് ഡിസൈനെല്ലാം തന്നെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തന്ന കുറേ സാധനങ്ങൾ ചെറിയ 1-2 എലമെൻസുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ?
നമുക്ക് നല്ല ഡിസൈൻസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു ആർച്ചിനകത്ത് ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഡിസൈൻസൊക്കെ നന്നായിരിക്കും. ഇത് ശരിക്കും പരിശീലിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഒരു ഇതിൻ്റെ റണ്ണിങ് ഫുള്ള് ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തായിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് ആദ്യം പരിശീലിക്കാനുള്ളതാണ്. ഇങ്ങനെ ഇത്തരം ഡിസൈനുകൾ പരിശീലിക്കുക. അത് റെഡിയായതിന് ശേഷം നമുക്ക് വേറെ ഒന്നിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആദ്യം കാണാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും വരയ്ക്കാനൊക്കെ. പക്ഷേ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വരച്ച് നോക്കുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ ഇതിൻ്റെ ഈ ഡിസൈൻ തന്നെ പൂർണ്ണമായിട്ട് ഈ ഒരു അധ്യായം കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു അധ്യായത്തിലേക്കും കൂടെ ചിലപ്പോൾ 2 ക്ലാസ് വേണ്ടി വരും. അപ്പോൾ ഞാനത് ആ ക്ലാസ്സിലും കൂടെ നിങ്ങൾക്ക് ഇത് പഠിച്ചതിന് ശേഷം അതും കൂടെ ഞാൻ വിവരിച്ച് തരുന്നതാണ്. എന്നിട്ട് അതിൽ നമുക്ക് പെയിൻറ്റ് അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ള ഷെയ്ഡിങ് കൊടുക്കണമൊക്കെ. ഇന്ന് ഷെയ്ഡിങ് ഒന്നും കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഷെയ്ഡിങ് എല്ലാം കാണിച്ച് ഞാൻ അടുത്തൊരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളത് ശരിക്കും ഷെയർ ചെയ്യുക മാത്രമല്ല, നിങ്ങളത് പഠിക്കുകയും കൂടെ വേണം. അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.